ഗുഡ് മോർണിംഗ്. ഷംസുദ്ദീനാണ്. ഇതിപ്പോൾ എനിക്ക് വന്നൊരു കോളാണ്. ഇത് സൈബർ ഈ ഫ്രോഡ് കോളാണിത്. ഇത് പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് കാണിക്കുന്ന നമ്പർ. ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഷംസുദ്ദീനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എസ് ഷംസുദ്ദീനാണെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് മുമ്പ് ഒരു 5-10 മിനിറ്റ്സ് മുമ്പ് ഇന്ന് ആലുവ MLA അൻവർ സാദത്തിൻ്റെ മകളെ വൈഫിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കോള് വന്ന കാര്യം വാട്സപ്പിൽ വായിച്ചിട്ടിരുന്നിട്ടുള്ളൂ. അപ്പോഴാണ് എനിക്ക് ഈ കോള് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഷംസുദ്ദീനാണെന്ന് പറഞ്ഞു. അപ്പം ഈ ആമിർ കോണ എന്ന് വെച്ചതിൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ മകൻ ആമിർ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവനെയാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കണേ. ഓ അബി അറസ്റ്റ് കിയ ബാംഗ്ലൂർ മെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിന് ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ് വിളിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവനെ റേപ്പ് കേസിലാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവനവിടെ റേപ്പ് കേസിൽ ജയിലിൽ കിടന്നോട്ടെ, കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ മോനിപ്പോൾ എൻ്റെ ഇവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. അവൻ മിനിയാന്ന് രാത്രി ഇവിടെ എത്തി. ഓണമൊക്കെ ആയിട്ട് അവിടെ ഓഫ് 2 ദിവസം അവധിയുണ്ട്. അപ്പോൾ ശനി ഞായറും കഴിഞ്ഞിട്ട് മൺഡേ രാവിലെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാവർക്കും ഈ കോൾസ് വരും. ഇതിപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അവെയർ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഇത് ഭയപ്പെടുന്ന ഒരു അബദ്ധത്തിൽ പെട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് മിക്കവർക്കും കോൾ വരുന്ന. പോലീസ് ഇൻസ്പെക്ടറുടെ ഫോട്ടോ അല്ലെങ്കിൽ ജീപ്പിൽ ചാരിയിരിക്കുന്ന പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവെയറാക്കാം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും ചിലവരൊക്കെ പറ്റിക്കപ്പെടും. ഇപ്പോൾ അൻവർ സാദത്തിൻ്റെ വൈഫ് തന്നെ പേടിച്ചു പോയി കോള് വന്നപ്പോൾ. മോള് ഡൽഹി പഠിക്കുകയാണ്, ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. അപ്പോൾ ഒരു 100 പേരെ വിളിച്ചാൽ അവർക്ക് ഒരാളെ കിട്ടിയാൽ മതി, ഈ തട്ടിപ്പിന് ഇരയാവും. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ ഇതിലേറെയായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക, മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ഇതാണ്. ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്താണ്. പിന്നെ ഞാൻ റിട്ടേൺ വിളിച്ചു നോക്കിയിട്ട് ഫോണിലേക്ക് കോള് പോകുന്നില്ല.